സംസാരിക്കണം. മനസ്സിലാവുമല്ലേ? ബഹുമാനപ്പെട്ട സ്കൂളിൻ്റെ പ്രഥമാധ്യാപകൻ മണിവണ്ണൻ സാർ, സ്വാഗതം പറഞ്ഞ നിർമ്മല ടീച്ചർ, ബഹുമാനരായിട്ടുള്ള കന്ദസ്വാമി സാർ, നമ്മുടെ വിമുക്തിയുടെ കോർഡിനേറ്റർ സെൽവകുമാർ സാർ, ബഹുമാനപ്പെട്ട എൻ്റെ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സന്തോഷ് സാർ, മറ്റ് അധ്യാപകർ, സ്നേഹമായ വിദ്യാർത്ഥികളെ, എൻ്റെ സഹപ്രവർത്തകർ, മുഖ്യ പ്രഭാഷണം എന്ന രൂപത്തിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു കവിയുണ്ട്. കവി എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ? കവിത, കവിஞർ, പോയറ്റ്സ്. പി രാമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ സിമ്പിളായ വളരെ ലളിതമായ ഒരു കവിതയുണ്ട്. ആ കവിതയുടെ പേര് ലളിതം എന്ന് തന്നെയാണ്. ലളിതം, സിമ്പിൾ എന്നാണ് ആ കവിതയുടെ പേര്. അതിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: ഞാനിവിടെ ഉണ്ട് എന്നറിയുവാൻ മധുരമായിട്ട് കൂവൽ മാത്രം മതി. ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നതിന് സാക്ഷ്യമായി ഒരു തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയും ഉണ്ടാകുമെന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂട് മാത്രം മതി. ഇതിലും എത്ര മനോഹരമായി കിളികൾ ജീവിതം ചൊല്ലും എന്ന ഒരൊറ്റവരി കവിതയാണ് അദ്ദേഹത്തിൻ്റെ. എല്ലാം മനസ്സിലായോ? കവിതയിൽ ഇവിടെ ഉണ്ടാകുമെന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രമാണ്? എന്താണ്? മധുരമായി കൂവുക. കൂവാൻ അറിയാമോ? നിങ്ങൾക്ക് കൂവാൻ അറിയാമോ? ശബ്ദം ഉണ്ടാക്കാൻ അറിയാമോ? കൂവിയെ എല്ലാരും ഉറക്കുന്നത് കൂവിയെ കൂവ്. തമിഴിൽ എന്താ പറയാ? ശബ്ദം പോടുന്നത്. அப்படிதான் കൂവ്, ധൈര്യമായിട്ട് കൂവണ്ടേ? ഇപ്പൊ നമ്മള് മോശമായിട്ട് ഒരാൾ വന്ന് കവിത ചെല്ലുമ്പോ അല്ലെങ്കിൽ പാട്ട് പാടുമ്പോൾ നമ്മള് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? നമ്മള് കൂവിയാണ് പ്രതികരിക്കുന്നത്. കൂവൽ എന്ന് പറയുന്നത് പ്രതിഷേധത്തിന്റെ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു അടയാളമാണ് കൂവണം. കൂവി തന്നെയാണ് നമ്മൾ വളരേണ്ടത്. വീട്ടിൽ നമ്മളോട് മോശമായി പെരുമാറി നമ്മൾ പ്രതികരിക്കണം. സ്കൂളിൽ നമ്മുടെ സഹപാഠികൾ മറ്റുള്ളവർ മോശമായി പെരുമാറിയും പ്രതികരിക്കണം. ഈ പ്രതികരണങ്ങളെയാണ് കൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ മധുരമായി കൂവുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ തിന്മകൾക്ക് എതിരായിട്ട് അല്ലെ നമ്മൾ പ്രതികരിക്കുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നമ്മുടെ തൂവലുകൾ കൊഴിക്കുക. തൂവൽ കൊഴിക്കുക എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് എന്താ? നമ്മുടെ അടയാളമായിട്ട് അല്ലെ ഒരു പതക്കങ്ങൾ സമ്മാനിക്കുക എന്നാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? നിങ്ങളുടെ പതക്കങ്ങൾ എന്താണ്? നിങ്ങൾക്ക് ഈ സ്കൂളിന്, ഈ സമൂഹത്തിന് നൽകാൻ കഴിയുന്ന സമ്മാനങ്ങൾ എന്താ? പറയൂ, എന്താണ്? നിങ്ങളുടെ പാഠ്യേതര രംഗങ്ങളിൽ ഏറ്റവും മനോഹരമായ അല്ലേ നല്ല സ്റ്റുഡൻസായി, നല്ല വിദ്യാർത്ഥികളായി വളരുക എന്നുള്ളതാണ്. നല്ല റിസൾട്ട് ഉണ്ടാക്കുക അല്ലെ. അത് പഠനത്തിൽ മാത്രമല്ല, കായിക, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന നിരവധി സാമഗ്രികളുണ്ട് അല്ലെ. ക്യാരം ബോർഡുണ്ട്, ചെസ്സിൽ നിങ്ങൾ ഈ അടുത്ത സമയത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പയ്യൻ അല്ലെ, അറിയാമോ പയ്യന്റെ പേര്? ഇന്റർനാഷണൽ ലെവലിലേക്ക് കളിയിലേക്ക് ഉയർന്നു വന്ന ഒരു കളിക്കാരൻ. എന്താണ് അയാളുടെ പേര്? ആ ബാലന്റെ പേരെന്താ? പ്രജ്ഞാനന്ദ. ഒരു വ്യത്യസ്തമായ പേരാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വളരെ സന്തോഷപൂർവ്വം മീഡിയാസിൽ വന്ന ചിത്രങ്ങളടക്കം നമ്മൾ കണ്ടു. അപ്പോൾ അയാൾ ആ സ്കൂളിന്, ആ ഗ്രാമത്തിന്, ആ സംസ്ഥാനത്തിന്, രാജ്യത്തിന് നൽകിയ തൂവൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചെസ് എന്ന് പറയുന്ന
ആ കളിയിൽ കൂടി സമ്മാനിച്ച തൂവലാണ് അല്ലെ. അതുപോലെ നമ്മൾക്കും ഇവിടെയുള്ള ഈ ക്യാരം ബോർഡായാലും ചെസ്സായാലും മറ്റ് ഫുട്ബോളായാലും മറ്റുമെല്ലാം അതിൽ കൂടി നമ്മൾ കഴിവ് തെളിയിക്കുമ്പോൾ നമ്മൾ ഓരോ തൂവലുകൾ ഈ സ്കൂളിന്, ഈ ഗ്രാമത്തിന്, ഈ രാജ്യത്തിന് നമ്മൾ സംഭാവന ചെയ്യുകയാണ്. ആ രൂപത്തിൽ നിങ്ങൾ വളരേണ്ടതുണ്ട്. ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണമല്ല സംസാരം അവസാനിപ്പിക്കാം. അതായത് ഈ കഥ നടക്കുന്നത് അന്ന് വിദേശത്താണ്. മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന നാട്ടിൽ, മാഞ്ചസ്റ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു ക്ലബിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഫുട്ബോൾ കളി ഇഷ്ടപ്പെടുന്നവർക്ക് ആ ക്ലബിന്റെ പേരുകളൊക്കെ അറിയാം, അതിനകത്ത് കളിക്കുന്നവരുടെ പേരുകളൊക്കെ അറിയാം അല്ലെ. ആ മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ ഒരു പള്ളിയുണ്ട്, ഒരു ക്രിസ്ത്യൻ പള്ളി. ആ പള്ളിയുടെ പേര് ഏബിസ് എന്നാണ്, ഏബിസ് ചർച്ച് എന്നാണ്. ആ ചർച്ചിൽ അതിന് സമീപത്തായിട്ട് ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. കേൾക്കുന്നത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ആ പള്ളിക്ക് സമീപത്ത് ഒരു കുടുംബം, ഒരു ചെറിയൊരു കുടുംബം താമസിക്കുന്നുണ്ട്. അവിടെ ആ പള്ളിക്ക് സമീപമുള്ള എല്ലാ വീട്ടിലും ആഘോഷമാണ്. അതായത് ചുവപ്പ് ചായങ്ങൾ പൂശി, ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച്, നക്ഷത്രങ്ങളൊക്കെ തൂക്കി അല്ലെ, അതുപോലെ പുൽക്കുടിലൊക്കെ ഉണ്ടാക്കി മനോഹരമായി ആ വീടെല്ലാം സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു പള്ളിക്ക് സമീപമുള്ളത്. എന്താ കാര്യം? എന്തായിരിക്കും? പുൽക്കുടിൽ ഉണ്ടാക്കുന്നത് എപ്പോഴാ? ക്രിസ്മസ് രാവ്, ക്രിസ്മസ് അടുത്തു. പക്ഷെ ഒരു വീട്ടിൽ മാത്രം സന്തോഷമൊന്നുമില്ല, അവിടെ ദുഃഖമാണ്. അവിടെ താമസിക്കുന്നത് ഒരു അമ്മയും ഒരു കൊച്ചു കുഞ്ഞുമാണ്. ഈ അമ്മയ്ക്കും അതുപോലെ കൊച്ചു കുഞ്ഞിനും വലിയ സങ്കടമാണ്, വലിയ ദുഃഖമാണ്. അവിടെ മാത്രം ഇരുട്ടാണ്, അന്ധകാരമാണ് അല്ലെ. എന്താ കാര്യം? അതിന് കാരണം അവരുടെ ആ അമ്മയുടെ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ എല്ലാ ദിവസവും മദ്യപിച്ച് വീട്ടിൽ വരുമായിരുന്നു. മനസ്സിലായോ? മദ്യപിച്ച് വീട്ടിൽ വന്നിട്ട് ഈ അമ്മയെ ക്രൂരമായി മർദ്ദിക്കും, തല്ലും. തല്ലിയിട്ട് ആ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ചെളിക്കുണ്ടിലേക്ക് അവരെ തള്ളിയിടും. അമ്മയാണെങ്കിൽ ആ കുഞ്ഞിനെയും ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് രാത്രികളിൽ ഉറങ്ങുന്നത് ആ ചെളിക്കുണ്ടിന്റെ സമീപത്തുള്ള പ്രദേശങ്ങളിലാണ്. വീട്ടിൽ ഉറങ്ങാൻ അവർക്ക് കഴിയുന്നില്ല. എന്താ കാര്യം? അവരുടെ ഭർത്താവ് വളരെ ക്രൂരമായി, വളരെ മോശമായി അവരെ ഉപദ്രവിക്കുകയായിരുന്നു. അതിന് കാരണം എന്തായിരുന്നു? അതിനൊരു കുടിയനായിരുന്നു, മദ്യപാനിയായിരുന്നു. അങ്ങനെ ക്രിസ്മസിന്റെ തലേ ദിവസവും ഇത് തന്നെ സംഭവിച്ചു. അവിടെ ആ കുഞ്ഞിനെയും അതുപോലെ തന്നെ അമ്മയെയും അയാൾ തള്ളി ഇടിച്ച് തൊഴിച്ച് എവിടെ ഇട്ടു? ആ ചെളിക്കൂട്ടിലേക്ക് ഇട്ടു. അസഹനീയമായി എല്ലാ വീട്ടിലും പ്രകാശങ്ങൾ, മധുരപലഹാരങ്ങൾ, അല്ലയോ, നക്ഷത്രങ്ങൾ എല്ലാം ഇങ്ങനെ ചിമ്മി സന്തോഷത്തിന്റെ രാവുകൾ ഇങ്ങനെ ആഘോഷിക്കുമ്പോ ആ അമ്മയ്ക്കും കുഞ്ഞിനും മാത്രം സങ്കടം അല്ലെ. അമ്മ എന്ത് ചെയ്തു? നീ ഈ കഷ്മലന്റെ കൂടെ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൈക്കലാക്കിക്കൊണ്ട്, കൈക്കലൊക്കെ എന്ന് പറയുമ്പോൾ അവരുടെ ഡ്രസ്സും മറ്റുമെല്ലാം എടുത്തുകൊണ്ട് അവർ ചുമ്മാലും നടന്നു. വീട് വിട്ടിറങ്ങി റെയിൽവേ സ്റ്റേഷനിലാണ് അവിടെ എത്തിയത്. രാത്രിയിൽ വളരെ വൈകി വന്ന ഒരു ട്രെയിനകത്ത് അവർ കയറി, ആ കുഞ്ഞുമായി കയറി. ആ ട്രെയിൻ അവസാനിക്കുന്നത് ലണ്ടൻ നഗരത്തിലാണ്. ലണ്ടൻ നഗരത്തിൽ കുറെ ദിവസങ്ങൾ കുഞ്ഞിന് ഭക്ഷണത്തിനും മറ്റുമായിട്ട് അവർ അലഞ്ഞു തിരിഞ്ഞു. ചിലർ റൊട്ടി കഷ്ണങ്ങളും മറ്റുമൊക്കെ ഇട്ടുകൊടുത്തു അല്ലെ. പക്ഷേ എന്താണ്, ഒരു വരുമാനമില്ലാത്തത് കൊണ്ട് കുഞ്ഞിനെ വളർത്തുവാൻ, പോറ്റുവാൻ അവർക്ക് പ്രയാസം നേരിട്ടു. അവസാനം പല ഭാഗത്തും അവർ ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു. അങ്ങനെ ഒരു കിൻഡർ ഗാർഡനില്, അതായത് ഒരു കൊച്ചുകുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്ന ഒരു ചെറിയ സ്കൂളിൽ അവർക്ക് ആയയായിട്ട് ഒരു ചെറിയ ജോലി കിട്ടും. അങ്ങനെ അവിടെ തുച്ഛമായ വരുമാനത്തിൽ ആയയായി ജോലി ചെയ്യുന്ന ആ അമ്മയും കുഞ്ഞും അവിടെ ഒരു പെയിൻ ഗസ്റ്റായിട്ട് താമസിക്കുകയാണ്. വളരെ തുച്ഛമായ വരുമാനം. ആ കുഞ്ഞിനാണെങ്കിൽ ബേബി ഫുഡ് വാങ്ങാൻ പോലുമുള്ള പൈസ അതിൽ നിന്ന് കിട്ടാറില്ല. എന്തെങ്കിലും ആകട്ടെ, ഒരു ഷെൽട്ടറായി, അഭയമായി എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി അമ്മ ജോലി ചെയ്യുകയാണ്. അമ്മ ഇങ്ങനെ ജോലി ചെയ്യുന്ന ദിവസങ്ങളില് സന്തോഷമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ സങ്കടമായിട്ട് വീണ്ടും ഒരു പ്രശ്നമുണ്ടായി. എന്താ വീണ്ടും ഉണ്ടായ പ്രശ്നം എന്ന് അറിയാമോ?
ഈ കുഞ്ഞാണെങ്കിൽ രാത്രിയാകുമ്പോൾ വല്ലാണ്ട് നിലവിളിക്കാൻ തുടങ്ങും, കരയാൻ തുടങ്ങും. നിങ്ങളുടെ കൊച്ചുനാളിൽ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടാവും, ഉണ്ടാവും. ഇന്ന് പോയി വീട്ടിൽ ചോദിക്കണം, അമ്മയോടോ അച്ഛനോടോ ചോദിക്കണം, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടോ, നിങ്ങളെ ശല്യപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അമ്മ പറഞ്ഞു തരും, ഉത്തരം പറഞ്ഞു തരും. അതുപോലെ ഈ അമ്മ ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും കുഞ്ഞ് ഭയങ്കരമായി നിലവിളിക്കും. നിലവിളിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ മണിക്കൂറോളം നിലവിളിക്കും, കരയും. അവസാനം അമ്മ കുഞ്ഞിനെ ഉറങ്ങുവാൻ വേണ്ടി ഒരു ഉപായം കണ്ടെത്തി. എന്താണ് ഉപായം? ചെറിയ ചെറിയ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് കുഞ്ഞിനെ ഉറക്കാൻ ശ്രമിച്ചു. അപ്പോ കഥ പറഞ്ഞു കേട്ടപ്പോ കുഞ്ഞിന് സന്തോഷമായി, ഉറങ്ങാൻ തുടങ്ങി. കൊള്ളാമല്ലോ കഥ. നിങ്ങൾക്ക് ഇങ്ങനെ അമ്മമാര് കഥയെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടാ? ഉണ്ടോ? പറഞ്ഞിട്ടുണ്ടാ? അറിയാമോ? അമ്മ പറഞ്ഞിട്ട് കഥയൊക്കെ അറിയാമോ? അറിയാം. ഓക്കെ. അങ്ങനെ ഇവിടെയും അമ്മ എന്തു ചെയ്തു? കുഞ്ഞിനുറങ്ങുവാൻ വേണ്ടിയുള്ള കഥകളെല്ലാം പറഞ്ഞു കൊടുത്ത് അതിനെ ഉറക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പത്രത്തിൽ ഒരു വാർത്ത വരുന്നത്. എന്റെ മലയാളം മനസ്സിലാവുന്നില്ല, കഥ മനസ്സിലാവുന്നില്ലയോ? ഭാഷയുടെ വ്യത്യാസമുണ്ടല്ലേ? മനസ്സിലാവുമല്ലോ അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ പത്രത്തിൽ ഒരു വാർത്ത വരുന്നു. നല്ല കഥ എഴുതി അയച്ചാൽ 50 ഷില്ലിംഗ് പ്രൈസ്. അമ്മ വിചാരിച്ചു 50 ഷില്ലിംഗ് എന്ന് പറയുന്നത് കൊള്ളാമല്ലോ, എന്റെ കുഞ്ഞിന് അത്യാവശ്യം ഭക്ഷണം മേടിച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം കുഞ്ഞിന് ഉറങ്ങുവാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത കഥ അമ്മ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ മനോഹരമായിട്ട് എഴുതി പത്രാധിപർക്ക് അയച്ചു കൊടുത്തു. പത്രാധിപർ ഇത് വായിച്ചൊന്നുമില്ല, കണ്ടപ്പം തന്നെ അയാൾ ചുരുട്ടിക്കൂട്ടി എവിടെ ഇട്ടു? വേസ്റ്റ് ബിന്നിൽ ഇട്ടു. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ സംഭവങ്ങൾ നടക്കുന്ന ഒരു നിമിത്തമുണ്ട്. നമ്മളതിനെ ദൈവീകത എന്നൊക്കെ പറയും, അല്ലയോ? ഡിവൈൻ ഓഫ് ഗോഡ് എന്നൊക്കെ പറയാം. അങ്ങനെ ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവികമായ ഒരു സംഭവം ഉണ്ടായി. അയാൾക്കൊരു മകൾ, 7ാം ക്ലാസ്സുകാരിയായ ഒരു മകൾ ഉണ്ടായിരുന്നു ഈ പത്രാധിപർക്ക്. അവളുടെ പേര് റൂണി എന്നാണ്. ആ പെൺകുട്ടിയുടെ പേരെന്താണ്? റൂണി. ആ റൂണി എന്ന് പറയുന്ന സ്വർണ്ണ തലമുടിയും അതുപോലെ വെള്ളാരം കല്ല് പോലെയുള്ള അങ്ങനെയുള്ള കണ്ണുകളുമുള്ള ആ പെൺകുട്ടി, അവൾക്കൊരു ശീലമുണ്ടായിരുന്നു. അവിടെ ശീലം എന്ന് പറഞ്ഞാൽ അച്ഛനിങ്ങനെ എടുത്തെറിയുന്ന പേപ്പറിന്റെ മറുപുറം, അതായത് എഴുതാത്ത ഭാഗം ഉണ്ടല്ലോ, ആ പേപ്പറിന്റെ മറുപുറം എടുത്തിട്ട് അവിടെ ഹോംവർക്ക് ചെയ്യുന്ന ശീലം അവൾക്കുണ്ടായിരുന്നു. അച്ഛനും ചുരുട്ടിയെറിയുന്ന പേപ്പറിൽ എടുത്തിട്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്? ഹോംവർക്ക് ചെയ്യുന്നത്. അവൾ അച്ഛനെടുത്തെറിഞ്ഞ പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്തു? ചുരുളുകൾ ഇങ്ങനെ നിവർത്തി നോക്കിയപ്പോ ഒരു കഥ പോലെ തോന്നി. അവൾ വായിച്ചപ്പോൾ കഥയുടെ വസന്തവും കഥയുടെ സന്തോഷവും മറ്റുമെല്ലാം അവളിങ്ങനെ കഥയിൽ കൂടി വായിക്കുക. ഭയങ്കര ഇഷ്ടമായി ആ കഥ വായിച്ചപ്പോൾ അവൾക്ക്. അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഒന്നുകൂടി ഇത് വായിക്കൂ എന്ന് പറഞ്ഞു. അച്ഛൻ വായിച്ചു നോക്കിയപ്പോൾ യഥാർത്ഥത്തിൽ അച്ഛൻ അപ്പോഴാണ് ഇത് വായിക്കണത്. അച്ഛൻ വായിച്ചപ്പോൾ മനോഹരമായ ഒരു കഥ, കൊള്ളാമല്ലോ. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ഡ്രൈവറെ വിളിച്ചു പറഞ്ഞു, ഈ കഥ എഴുതിയ ആളെ കണ്ടുപിടിക്കണം, അവർക്ക് എന്ത് കൊടുക്കണം? 50 ഷില്ലിംഗ് പ്രൈസ് കൊടുക്കണം എന്ന് പറയുന്നു. അങ്ങനെ അവർ ആ കഥ എഴുതിയ ആ സ്ത്രീയെ, അമ്മയെ കണ്ടെത്തി അമ്മയ്ക്ക് പൈസ കൊടുക്കണം. മക്കളെ, ഈ അമ്മയാണ് നമ്മളിപ്പോ ലോകം വായിക്കുന്ന ഏറ്റവും വലിയ എഴുത്തുകാരിയായ ഒരമ്മയായി വളർന്നത്. ആലോചിച്ച് ആത്മഹത്യയിൽ നിന്നും ജീവിതത്തിനിടയിൽ നിന്നും രക്ഷപ്പെട്ടില്ല. ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇല്ലയോ, കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മരിക്കാൻ വേണ്ടിയാണ് അവർ ഇറങ്ങിയത്. പക്ഷെ കുഞ്ഞിന്റെ മുഖം നോക്കിയപ്പോൾ മരിക്കാൻ അവർക്ക് തോന്നിയില്ലെന്ന് മാത്രമല്ല, അവർ ജീവിക്കാൻ തീരുമാനിച്ചിട്ട് ചെറിയൊരു ജോലി, തുച്ഛമായ വരുമാനത്തിൽ ഒരു ജോലി അവർ ചെയ്യുന്നു, അല്ലെ? അവിടുന്ന് കിട്ടുന്ന ആ വരുമാനത്തിൽ അവർ കുഞ്ഞിന് ഉറങ്ങുവാൻ വേണ്ടി കഥ പറഞ്ഞു കൊടുക്കുന്നു, അല്ലെ? ആ കഥ യാദൃശ്ചികമായ ഒരു പത്രാധിപർക്ക് അയച്ചു കൊടുക്കുന്നു, അതിന് പ്രൈസ് കിട്ടുന്നു. അങ്ങനെ അവർ ശ്രദ്ധിക്കപ്പെടുന്നു. അവർ വീണ്ടും കഥകൾ എഴുതി. ആ കഥാകാരി നിങ്ങൾക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ കൗമാരക്കാർ വായിച്ചിട്ടുള്ളത് അവരുടെ പുസ്തകങ്ങളാണ്. ജോവാൻ കാതറിൻ എന്ന് പറയുന്ന ആ എഴുത്തുകാരി ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന കഥകൾ എഴുതുന്ന ഒരു വലിയ എഴുത്തുകാരിയായി മാറി. ജോവാൻ കാതറിൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് JK റൗളിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. വായിച്ചിട്ടുണ്ടാരെങ്കിലും JK റൗളിംഗിനെ വായിച്ചിട്ടുണ്ടാ? JK റൗളിംഗ് എന്ന് പറയുന്നത് അവരെഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, 7 പുസ്തകങ്ങളുടെ സമാഹാരങ്ങൾ അവരെഴുതി. അതായത് ഹാരി പോട്ടർ ആൻഡ് ദ സീരീസ് ഓഫ് സ്റ്റോറീസ് എന്നതിന്റെ പേര് കേട്ടിട്ടുണ്ടോ? ഹാരി പോട്ടർ കേട്ടിട്ടില്ലേ നിങ്ങളാരും?
അതിന്റെ സിനിമ തന്നെ ധാരാളമുണ്ട്. ഹാരി പോട്ടർ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇന്ന് യൂട്യൂബിലോ നിങ്ങളുടെ വീട്ടില് മറ്റും മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ അത് അടിച്ചു നോക്കണം. സാറന്മാരെ കാണിക്കും. ഹാരി പോട്ടർ എന്ന് പറയുന്ന ആ സീരീസ് കഥകൾ വളരെ അത്ഭുതത്തോടു കൂടി ഇന്ന് ലോകത്തെ കൗമാരക്കാർ വായിക്കുകയാണ്. ഏതാണ്ട് 40 കോടിയിൽ പരം പ്രതികൾ പുസ്തകങ്ങൾ ലോകത്ത് അച്ചടിച്ച് വിതരണം ചെയ്ത് കഴിഞ്ഞു. കോടിക്കണക്കിന് മനുഷ്യന്മാർ അത് വായിച്ചു കഴിഞ്ഞു. അതിനെ ബേസ് ചെയ്ത് 4-5 സിനിമകൾ തന്നെ ഇറങ്ങി. 57 ഭാഷകളിൽ ആ പുസ്തകങ്ങൾ അച്ചടിച്ചു. അപ്പൊ നോക്കി, ആത്മഹത്യയിൽ നിന്നും രക്ഷപ്പെട്ട് ഒരമ്മ കുഞ്ഞിനുറങ്ങാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത കഥകൾ അല്ലെ, അമ്മയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. വലിയ എഴുത്തുകാരിയായി. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവത്തെ നിങ്ങൾ കൂട്ടിയിടക്കേണ്ടത്. എന്താണ്? ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾ ഒരു തൂവൽ കൂടി കുഴിക്കുക എന്നുള്ളത്. അത് എഴുത്തിൻ്റെതാകാം, പഠനത്തിൻ്റെതാകാം, സ്പോർട്സിൻ്റെതാകാം. ആ തൂവലുകൾ പൊഴിച്ചുകൊണ്ട് ഏറ്റവും സുന്ദരമായ വിദ്യാർത്ഥികളായി വളരുവാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉയർത്തുകയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം തന്നെ എക്സൈസ് വകുപ്പും. എക്സൈസ് വകുപ്പിന്റെ ജനമൈത്രി എക്സൈസ് വിമുക്തി മിഷൻ നിങ്ങളുടെ സ്കൂളിൽ ഇപ്പൊ തന്നെ 2ാമത്തെ ചടങ്ങിലാണ് ഞങ്ങൾ പങ്കെടുക്കുന്നത് ഇല്ലേ? വോളിബോളിന്റെ ഒരു കോർട്ടും അതുപോലെ മറ്റും എല്ലാം സജ്ജമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അല്ലേ? ആ 3 ചടങ്ങുകളാണ്. അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ എത്രമാത്രം ഞങ്ങൾ നോക്കി കാണുന്നുണ്ട്, നിങ്ങൾ നല്ല കുട്ടികളാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അപ്പൊ ഇതെല്ലാം ഇപ്പൊ വെക്കേഷൻ ആരംഭിക്കുകയാണ്. എങ്കിലും നിങ്ങൾ വെക്കേഷൻ കഴിഞ്ഞു വരുമ്പോൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് മറ്റുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ള നല്ല ഉത്തമന്മാരായ വിദ്യാർത്ഥികളായി വളർന്നു വരണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വർത്തമാനം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.